കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസും സിപിഐഎമ്മും. പരാമർശം വളച്ചൊടിച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതേസമയം ഇതുവരെയും പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടേത് അടക്കമുള്ള പ്രതികരണങ്ങൾ പുറത്തുവരുമ്പോൾ ഈ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്. വലിയ വിമർശനം ആണ് ഇപ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ഉയരുന്നത്. തന്റെ പരാമർശം വളച്ചൊടിച്ചു എന്ന് മന്ത്രി പറയുമ്പോൾ പോലും പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഒന്നും ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. മൗനം തുടരുക തന്നെയാണ്. മന്ത്രി നടത്തിയ പരാമർശത്തിലേക്ക് ഒരിക്കൽ കൂടി ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഈ പരാമർശത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും സിപിഐഎം നേതാക്കളും ഒക്കെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മാത്രവുമല്ല, മത സാമുദായിക സംഘടനകൾ, ദളിത് വിഭാഗങ്ങളിലെ നേതാക്കൾ അടക്കമുള്ളവർ വലിയ വിമർശനമാണ് വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന് തന്നെയാണ്. അപ്പോഴും നേതൃത്വം മൗനം തുടരുകയാണ്. ഇതുവരെയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. മന്ത്രിയെ ന്യായീകരിക്കുക എന്നത് പ്രയാസകരമാണ് എന്നുള്ളതാണോ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ? അഭിലാഷ്, ഉന്നത കുല ജാതിയോടുള്ള സുരേഷ് ഗോപിയുടെ മമത ഇതാദ്യമല്ല. അദ്ദേഹം തന്നെ അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നൊരു മോഹം നേരത്തെ പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം പറയുമ്പോഴും ഉന്നത കുല ജാതർക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകളിലുള്ളത്. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. സംസ്ഥാനത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടത് വലത് മുന്നണികൾ സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ബിനോയ് വിശ്വം സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. സംസ്ഥാന വ്യാപകമായി ഈ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രചരണം സംഘടിപ്പിക്കാൻ, പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനും സിപിഐ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം നമ്മൾ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതാണ്. പക്ഷേ ഇതുവരെ സുരേഷ് ഗോപിയെ അനുകൂലിച്ചോ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞോ ബിജെപി നേതൃത്വം രംഗത്ത് വന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാകാം ഒരുപക്ഷെ ബിജെപി കാണുന്നെങ്കിലും അതുണ്ടാക്കുന്ന ഒരു പൊതുവിൽ ബിജെപിക്കെതിരെ ഉയരുന്ന ഒരു വിമർശനമുണ്ട്. അത് മാറ്റാൻ പോലും ബിജെപി നേതൃത്വം ഇതിൽ ഇടപെട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സുരേഷ് ഗോപി തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. അദ്ദേഹം മലക്കമറിഞ്ഞു. അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചതല്ല, വളച്ചൊടിക്കുകയായിരുന്നു എന്റെ പ്രസ്താവന. പക്ഷേ ആ പ്രസംഗം കേൾക്കുന്ന ആർക്കും എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതുമാണ്. ഏതായാലും ഇതിൽ ബിജെപിയുടെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിന് നിർണായകമായി തീരുക. സുരേഷ് ഗോപി ആ പ്രസ്താവന പിൻവലിച്ചാലും അത് ഇതിനകം തന്നെ വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു. അത് ബിജെപിക്കെതിരെ കൂടിയാണ് ഇപ്പോൾ ഇടതുമുന്നണിയും UDFും ആയുധമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപി നേതൃത്വം മറുപടി പറയേണ്ടി വരും. അധികം വൈകാതെ അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും സുരേഷ് ഗോപി വീണ്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ ബിജെപിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ് ബിജെപിക്ക് സൃഷ്ടിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പരാമർശങ്ങൾ ആദ്യത്തേതല്ല. നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു ബ്രാഹ്മണനായി ജനിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇത്തരം പരാമർശങ്ങളിലുമെല്ലാം പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അരുൺ, ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് എന്ന മാറ്റമുണ്ട്. നേരത്തെ നമുക്കറിയാം MP ആയിരുന്നു, അതിനുശേഷം ലോക്സഭയിലേക്ക് MP ആയി എത്തുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പദവി അദ്ദേഹം വഹിക്കുന്നുണ്ട്. അപ്പോൾ പദവികൾ വഹിക്കുന്നവർ അവരുടെ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇവിടെ സുരേഷ് ഗോപി പറയുന്നത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു, താൻ സതുദ്ദേശത്തോടെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ഉന്നത കുലജാതർ എന്ന പ്രയോഗം, ആ പ്രയോഗം തന്നെ തെറ്റാണ് എന്നുള്ളതാണല്ലോ വസ്തുത. അപ്പോൾ അത് തിരുത്തി പറയാൻ മന്ത്രി തയ്യാറാകേണ്ടതുണ്ട്, പാർട്ടി തയ്യാറാകേണ്ടതുണ്ട്. അതാണല്ലോ ഇപ്പോൾ ബിജെപി നേരിടുന്ന പ്രതിസന്ധി.
തീർച്ചയായിട്ടും ഉന്നതകുല ജാതകർക്ക് എന്തോ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ, SC/ST അങ്ങനെ സമുദായത്തിൽപ്പെട്ടവർ ഗോത്രവർഗ്ഗക്കാരുടെ മന്ത്രിയായാൽ അവർക്ക് എന്തോ കുറവുണ്ട്, അവർക്ക് എന്തോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിക്കുറവുണ്ട് എന്ന ഒരു ദുസ്സൂചനയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഉള്ളത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം വളച്ചൊടിച്ചു എന്ന് പറയുമ്പോഴും അത് കേൾക്കുന്ന മലയാളം അറിയാവുന്ന ആർക്കും മനസ്സിലാകുന്നത് അത്തരത്തിൽ തന്നെയാണ്. അവിടെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. എന്താണ് പ്രത്യേകതയാണ് ഭൗതികപരമായി അല്ലെങ്കിൽ തൊഴിൽപരമായി ഒക്കെ എന്ത് പ്രത്യേകതയാണ് ഉന്നതകുല ജാതർക്ക് ഉള്ളതും താഴ്ന്ന ജാതിയിലുള്ള ഗോത്രവർഗത്തിലുള്ളവർക്കും ഇല്ലാത്തതെന്ന ചോദ്യമാണ്. നമുക്കറിയാം കാലങ്ങളായി അത്തരത്തിൽ ഉള്ള ഉച്ചനീചത്വങ്ങളുണ്ട്. അതൊക്കെ മറികടന്ന് ഈ പിന്നാക്കത്ത് നിൽക്കുന്നവരെ കൂടി മുന്നോട്ട് കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ മാറ്റി നിർത്തി ഉന്നതകുല ജാതർ വന്നാൽ മാത്രമേ ഈ താഴ്ന്ന ജാതിക്കാർ ഗോത്രവർഗ്ഗക്കാർക്ക് മുന്നേറ്റമുണ്ടാകൂ, അവർക്ക് മുന്നേറാൻ സാധിക്കൂ എന്ന ഒരു കേന്ദ്രമന്ത്രി, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ അത് വലിയ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അതാണ് സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉയരാൻ കാരണം. അദ്ദേഹത്തിന്റെ അപകടം അദ്ദേഹവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിന്റെ ആ പ്രസ്താവന തിരുത്തുകയും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് വളച്ചൊടിക്കുകയായിരുന്ന നിലപാടിലേക്ക് മാറുകയും ചെയ്തു. പക്ഷെ അതുണ്ടാക്കുന്ന ഈ ഒരു ഇമ്പാക്ട് ഇതിനകം തന്നെ വിവാദമായാലും അല്ലെങ്കിൽ അത് സാമൂഹ്യമായി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു മോശം ഫീലിംഗ് ആയാലും അത് ഇതിനകം തന്നെ അത് ശക്തമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നതും BJP അപ്പോഴും മൗനം തുടരുന്നതും. BJP നേതാക്കൾ എത്തരത്തിൽ ഇത് ന്യായീകരിക്കും? സുരേഷ് ഗോപിയെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാകാം ഒരുപക്ഷെ BJP നേതൃത്വത്തിനുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പിന്നാക്ക സമുദായത്തിലുള്ള ആളുകളെ കൂടി ഒപ്പം നിർത്താൻ BJP ശ്രമങ്ങൾ നടത്തുകയാണ്. ആ ആളുകളെ കൂടി ഒപ്പം ചേർത്താൽ മാത്രമേ സംസ്ഥാനത്ത് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയൂവെന്ന് അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ BJP രാഷ്ട്രീയമായ നീക്കം നടത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായ കേന്ദ്രമന്ത്രി തൃശൂരിൽ നിന്ന് MP ആയ BJPക്ക് ആദ്യമായി ലോക്സഭയിലേക്ക് സംസ്ഥാനത്ത് ഒരു അക്കൗണ്ട് തുറന്നു കൊടുത്ത ആ MPയുടെ ഭാഗത്തുണ്ടായ ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയമായി കൂടി തിരിച്ചടിയാകുമെന്ന ആശങ്ക BJPക്കുണ്ട്. അതുകൊണ്ട് കൂടിയാകാം അവർ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ആ രീതിയിൽ ചേർത്ത് നിർത്താനോ തയ്യാറാകാത്തത്. കുറച്ചുകൂടി ചിന്തിച്ച ശേഷമുള്ള പ്രതികരണം മതി എന്ന നിലപാടിലേക്ക് BJP മാറുന്നത്. അതുകൊണ്ടാണ് അതിന്റെ രാഷ്ട്രീയ തിരിച്ചടി BJP കാര്യമായി കണക്കിലെടുക്കുന്നുണ്ടെന്ന് തന്നെ വ്യക്തമാണ്. അതേസമയം ഇതൊരു BJPക്കെതിരെ BJPയുടെ സമീപനങ്ങൾ എങ്ങനെയാണ് താഴ്ന്ന ജാതിക്കാരോട് ഗോത്രവർഗ്ഗക്കാരോട് പിന്നാക്കം നിൽക്കുന്ന നിരഭാഗത്തോട് BJPയുടെ സമീപനം ഇതാണ് എന്ന് സ്ഥാപിക്കാനാകും CPM-ഉം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF മുന്നണിയും ഇതിലൂടെ ശ്രമിക്കുക. CPI-യും ആ വിഷയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രി V. ശിവൻകുട്ടി പ്രതികരണം അത്തരത്തിലുള്ളതാണ്. ഏതായാലും സുരേഷ് ഗോപി തിരുത്തി പറഞ്ഞിട്ടും ആ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. അതിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെയാണ് സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളുടെ തീരുമാനം. അതാണ്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആയിരുന്നു ഇത്തരത്തിലൊരു പരാമർശം സുരേഷ് ഗോപി നടത്തിയത്. എന്നാൽ പിന്നീട് സുരേഷ് ഗോപി പറയുന്നു തന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയാണ് ഉണ്ടായത്, താൻ സദുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. മാത്രവുമല്ല പിന്നോക്ക വിഭാഗങ്ങളുടെ മന്ത്രിയായി ഉന്നത കുലജാതർ വരണമെന്ന് പറയുമ്പോൾ മുന്നാക്ക വിഭാഗത്തിന്റെ മന്ത്രിയായി അല്ലെങ്കിൽ അവിടേക്ക് കീഴ്വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൂടി വരണം എന്നുകൂടി മന്ത്രി ചേർത്ത് വെച്ചിരുന്നു. പക്ഷേ ആരാണ് ഈ കീഴ്ജാതിക്കാർ അല്ലെങ്കിൽ മേൽജാതിക്കാർ എന്ന ചോദ്യം ആണ് ഉന്നയിക്കപ്പെടുന്നത്. അദ്ദേഹം അത് പിന്നീട് തിരുത്തിപ്പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയും എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവും. സണ്ണി M. കപ്പിക്കാട് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സണ്ണി, ഈ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മന്ത്രി പിന്നീട് പറയുന്നു താൻ സദുദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. ഉന്നത കുലജാതരായിട്ടുള്ളവർ കീഴ്വിഭാഗങ്ങളുടെ മന്ത്രിയാകണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് കീഴ്വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉന്നത വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ മുന്നാക്ക വിഭാഗങ്ങളുടെ മന്ത്രി കൂടിയാകണമെന്നൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ ഉന്നതർ, കീഴ്ജാതിയിൽപ്പെട്ടവർ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പോഴും തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, ഇതൊരു വലിയ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ജീർണതയുടെ ഒരു പ്രശ്നമായിട്ടൊക്കെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് ഇന്ത്യയിലെമ്പാടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ
ഒരു രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക ദർശനത്തിന്റെയും ഒരു പ്രചാരകൻ മാത്രമാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാകാൻ ഉന്നത കുലജാതർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഞാൻ സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഉന്നത കുലജാതരും നികൃഷ്ട കുലജാതരും ഇല്ല. ഇവിടെ പൗരന്മാരാണുള്ളത്, തുല്യാവകാശമുള്ള പൗരന്മാർ. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന തുല്യ പൗരന്മാരുടെ രാഷ്ട്രമെന്ന സങ്കല്പം സുരേഷ് ഗോപി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. സുരേഷ് ഗോപി അത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോഴും ഉന്നത കുലജാതർ ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. ഈ ഉന്നത കുലജാതർ വന്ന ആദിവാസികളുടെ കാര്യം നോക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പുള്ളി വർഷങ്ങളായിട്ട് ഇത് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്രേ. അദ്ദേഹം അപ്പോ ആദിവാസികളെക്കാൾ ഉന്നത കുലജാതനാണ് എന്ന് സ്വയം കരുതിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ഇത്തരം ഉദാരവാദികളല്ല ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഇന്ത്യൻ ഭരണഘടന ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനം കൊണ്ടാണ് ആ മേഖല ഇപ്പോഴും പ്രശ്നമായി തുടരുന്നത്. രണ്ടാമതൊരു കാര്യം, ആദിവാസികളുടെ മന്ത്രി ഉണ്ടെങ്കിൽ ഉന്നത കുലജാതരുടെ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എങ്കിൽ ഇയാൾ എന്തൊരു പൊട്ടനാണ് ഈ കേന്ദ്രമന്ത്രി. ഇയാൾക്കിതൊന്നും അറിയില്ലേ? ഉന്നത കുലജാതർക്കോ സവർണർക്കോ ആയിട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇന്ത്യ ഗവൺമെന്റിന് ഇല്ലെന്ന് അറിയാൻ പാടില്ലാത്ത വിഡ്ഢിത്തപൂർണമായ ഒരു വാക്കാണ് അയാൾ പറഞ്ഞത്. ഇപ്പൊ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിട്ടുള്ളതാണ് ഈ വാക്കുകളൊക്കെ. മഹാരാജാവ്, രാജ്ഞി, റാണി, ഉന്നത കുലജാതൻ, ഹീന മനുഷ്യർ, ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് മന്ത്രിയായിട്ട് ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ, അതാണ് സുരേഷ് ഗോപിയോടുള്ള വിരോധത്തിന്റെയോ സവർണ വിരോധത്തിന്റെയോ പ്രശ്നമല്ല. മറിച്ച് നമ്മൾ എല്ലാവരും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും മനുഷ്യരാണ്, തുല്യ അവകാശമുള്ള മനുഷ്യരാണെന്ന് നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇദ്ദേഹത്തിന്റെ ഉന്നത കുലജാതർ എന്ന വാക്ക് തന്നെ വളരെ പരമ്പരാഗതമായി ഇന്ത്യയിൽ വിശ്വസിക്കപ്പെടുന്ന ജാതി ശ്രേണിയുടെയും വർണ്ണാശ്രമ ധർമ്മത്തിന്റെയും മനുവാദത്തിന്റെയും ഒക്കെ ഒരു ബോധമാണ് ഇന്ത്യക്കകത്ത് ഉന്നത കുലജാതരുണ്ട്. അത് യഥാർത്ഥ സുരേഷ് ഗോപിയിലേക്ക് ആരോപിച്ചാൽ സുരേഷ് ഗോപി ഒരു ഉന്നത കുലജാതനല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഉന്നത കുലജാതനല്ല. അദ്ദേഹം പറയുന്ന യുക്തി നമ്മൾ കൂടുതൽ വികസിപ്പിച്ചാൽ ഇന്ത്യയിൽ ഭരിക്കാൻ ഒരു കൂട്ടർക്ക് മാത്രമേ അവകാശമുള്ളൂ, അത് ബ്രാഹ്മണർക്കാണെന്നാണ് ഇയാളെ പരോക്ഷമായി പറയുന്നത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമായൊരു വാക്യമല്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ പൗരസമൂഹം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇതൊരു സവർണ അവർണ യുദ്ധത്തിന്റെ യുക്തിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കതിനെ ജനാധിപത്യപരമായി വിമർശവിധേയമാക്കുവാനും തള്ളിക്കളയാനും പറ്റും. യെസ്, താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ സണ്ണിയം കബിക്കാട് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു സാമൂഹിക അവസ്ഥയുടെ പ്രശ്നമാണ്. മന്ത്രിയുടെ വാക്കുകൾ മാത്രവുമല്ല മന്ത്രി തന്നെ എത്രമേൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഈ കീഴ്വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഉന്നത കുലജാതർ ആയിട്ടുള്ള ആളുകൾ മന്ത്രി പദവിയിലേക്ക് എത്തണം. താൻ അത് പലയാവർത്തി ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉന്നത കുലജാതനാണ് എന്ന് സ്വയം ധരിക്കുകയാണ്. അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹം ഒരാളെയും ഉന്നത കുലജാതനും കീഴ്ജാതിയിൽപ്പെട്ടവനെന്നും ഒന്നും നിർവചിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സ്റ്റാമ്പ് അടിച്ചു നൽകിയിട്ടുമില്ല, ഒരു ചാപ്പകുത്തലും നൽകിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾക്ക് പോലും
ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്? അത്രമേൽ നമ്മുടെ സാമൂഹിക അവസ്ഥ മോശമാണ് എന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്? നമ്മുടെ സമൂഹത്തില് ഇപ്പോഴും ജാതി ചിന്ത എന്നുള്ളത്, ആ ജാതീയത എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ നാട്ടിലുള്ള കാക്കത്തൊള്ളായിരം ജാതി സംഘടനകൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ NSSല് ഇങ്ങനെ സുകുമാരൻ നായര് പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ശശി തരൂർ നല്ല തറവാടി നായരാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്നത്. ഇവിടെ നിങ്ങൾക്ക് ആർക്കും അതൊരു ചർച്ചാ വിഷയമായില്ലല്ലോ. അല്ല, അതൊരു സംഘടനയുടെ ആളാണല്ലോ അയാൾ. NSS എന്ന സംഘടനയുടെ ആളാണ്. പക്ഷേ ഒരു മന്ത്രി സംഘടനയുടെയോ അദ്ദേഹം ജനിച്ച ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും വക്താവല്ലല്ലോ. സാധാരണക്കാരായ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നു. ഇന്ത്യൻ ഭരണഘടന തൊട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സുകുമാരൻ നായർ അങ്ങനെ ഭരണഘടന തൊട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് NSSന്റെ എഴുതപ്പെട്ട ബൈലോ പ്രകാരമാണ്. ഞാനതല്ല പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ജാതി ചിന്ത, ആ ജാതീയമായ ഉച്ചനീചത്വ മനോഭാവം ഇന്നും നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരി. അതായത് ജാതീയത എന്നുള്ളത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്, ഇപ്പോഴുമുണ്ട്. ഇവിടെ ആദ്യം നിരോധിക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പം ഈ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ ക്ലാസിഫൈഡ്സ് ഒന്ന് തുറന്നു നോക്കിയാൽ, വിവാഹ പരസ്യങ്ങൾ വരുന്ന ആ പേജ് ഒന്ന് തുറന്നു നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്രമാത്രം പുഴുത്ത ജാതി ചിന്തയാണ്, ജാതീയതയാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന്. ഒന്ന് നമ്മൾ ക്ലാസിഫൈഡ്സ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അല്ല, അവിടെ വ്യത്യാസമില്ലേ? അതിൽ വ്യത്യാസമില്ലേ ശ്രീ ഷാബു പ്രസാദ്? അതായത് നമ്മുടെ ഞാൻ ഇടപെടുന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടന, അതുകൊണ്ടല്ല ശ്രീ ഷാബു പ്രസാദ്, അതായത് നമുക്ക് ജാതീയമായ മതപരമായ വിശ്വാസങ്ങളൊക്കെ തുടരാൻ അധികാരമുള്ള ഒരു രാജ്യം കൂടിയാണല്ലോ. അങ്ങനെയാണോ മന്ത്രിയെ കാണേണ്ടത്? യെസ്, അദ്ദേഹം ഇപ്പോൾ ശ്രീ സണ്ണി കബിക്കാട്, അതായത് അദ്ദേഹം പറയുന്നു, അതായത് ജാതീയ സംഘടനകളിലെ, മതസംഘടനകളിലെ മാട്രിമോണിയിൽ പരസ്യം വരുമ്പോൾ ജാതിയും മതവും ഒക്കെ പറയുന്നില്ലേ എന്നുള്ളത്. ജാതിയും മതവും ഒക്കെ തുടരാനും ആ മതപരമായ ആചാരങ്ങളിൽ തുടരാനും ഒക്കെയുള്ള അവകാശം കൂടി നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി അങ്ങനെയല്ല. ആ മന്ത്രി എല്ലാ മതവിഭാഗങ്ങളുടെയും മതേതര ചിന്തകൾ ഉള്ളവരുടെയും കൂടി മന്ത്രിയാകണം. ആ നിലയിലാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. അല്ല, ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇന്ത്യയിൽ ജാതി നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ആ മനുഷ്യൻ എനിക്ക് മുൻപ് സംസാരിച്ച ആളിനില്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു കേന്ദ്രമന്ത്രി നടത്തിയൊരു പ്രസ്താവനയാണ്, ഉന്നത കുലജാത. അദ്ദേഹം പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ജാതി ശക്തമായി നിലനിൽക്കുന്നു. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ പോലുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ജാതി പ്രവർത്തിക്കുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തർക്കമറ്റ വസ്തുതയാണ്. ഇതിന്റെ പരിഹാരം ഉന്നത കുലജാതരാണോ എന്നാ ചോദ്യം. ഉന്നത കുലജാതർ കഴിഞ്ഞ 5000 വർഷങ്ങളായി ഭരിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാക്കി ഇന്ത്യയെ മാറ്റിയ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇനിയും ഉന്നത കുലജാതർ വരട്ടെ, ആദിവാസിയുടെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. അത് സുരേഷ് ഗോപി അല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു ജനാധിപത്യ സമൂഹത്തിന്. ഇത് ആദിവാസികളുടെ ഒരു വൈകാരിക പ്രശ്നമല്ല, ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ബ്രാഹ്മണനുള്ള അതേ അധികാരം ആദിവാസിക്കുമുണ്ട്. അതല്ലാതെ ബ്രാഹ്മണൻ ഉന്നത കുലജാതനും അവർ വന്ന് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് കാണുന്നതിലൊരു തകരാറുണ്ടെന്നായി പറഞ്ഞു. ഈ തകരാറാണ് ഈ പറയുന്ന കക്ഷികൾക്ക് മനസ്സിലാവാത്തത്. ഇതൊരു വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇന്ത്യക്കകത്ത് ഒരു ജനവിഭാഗത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഇന്ത്യൻ ഭരണഘടനയിൽ മറിച്ചു നോക്കിയാൽ നമുക്കറിയാം അവിടെ കൃത്യമായ വകുപ്പുകളിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തത് കൊണ്ടും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചത് കൊണ്ടും രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും സ്വകാര്യ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത് കൊണ്ടുമാണ് ഈ ജന്മങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ അനാഥരാവുന്നത്. ഇത് മനസ്സിലാക്കാതെ വെറുതെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ശരിയായൊരു പ്രവണതയല്ല. എന്തായാലും വളരെയധികം നന്ദി ശ്രീ സണ്ണി എം കബിക്കാട് ഞങ്ങളോട് പ്രതികരിച്ചതിന്. തീർച്ചയായും ഒരു കേന്ദ്രമന്ത്രി ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത്
അങ്ങേയറ്റം ഗൗരവതരം തന്നെയാണ്. ഇപ്പോഴും സമൂഹത്തിൽ ജാതീയമായ ചിന്തകൾ നിലനിൽക്കുന്നു. ഉന്നത കുലജാതരായിട്ടുള്ള ഒരു വിഭാഗമൊക്കെ ഉണ്ട് എന്ന തരത്തിൽ മന്ത്രി തന്നെ പറയുന്ന അവസ്ഥ എന്നത് അതിദയനീയം തന്നെയാണ്. ദളിത് വിഭാഗത്തെ ആക്ഷേപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ദളിത് വിഭാഗത്തിന് ഏൽപ്പിച്ച മുറിവ് ഒരു ഖേദപ്രകടനം കൊണ്ട് മാത്രം തീരുന്നതല്ല. രാജവാഴ്ചക്കാലത്ത് മന്ത്രിയാകേണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നും വി ശിവൻകുട്ടി വിമർശിച്ചു.